ഇന്ന് ജാസുമോൾ വലിയ സന്തോഷത്തിലാണ്. നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതി ആ മുത്ത് തിരികെ വന്നിരിക്കുന്നുണ്ട്. വന്ന ഉടനെ തന്നെ ജാസ്മിനോട് ഗബ്രി പറയുന്നത്, പുറത്ത് നിന്നെ കാത്ത് വലിയൊരു സമ്മാനം ഇരിപ്പുണ്ട്. അതെന്താണെന്ന് ഗബ്രി വ്യക്തമാക്കിയിട്ടില്ല. പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ വളരെ ബുദ്ധിപൂർവ്വം ജാസ്മിനെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് ഗബ്രി. നീ ഗബ്രി എന്ന് മര്യാദയ്ക്ക് വിളിക്കുകയെന്ന് ഗബ്രി തമാശയിൽ ജാസ്മിനോട് പറയുന്നുണ്ട്. നിന്റെ ചിരി ഞാൻ ഒരുപാട് മിസ് ചെയ്തു. നിന്റെ ഈ ഒരു നോട്ടം ഞാൻ ഒരുപാട് കാണാൻ ആഗ്രഹിച്ചു. എനിക്ക് നിന്നെ പറഞ്ഞ് എങ്ങനെ മനസ്സിലാക്കണമെന്നറിയില്ല. അത്രയ്ക്ക് ഞാൻ അനുഭവിച്ചു. പിന്നീടെല്ലാം എൻ്റെ ആ മാലയായിരുന്നു. വാപ്പ ആ മാലയും എടുത്തു കൊണ്ടുപോയി. അതൊക്കെ നിൻ്റെ നല്ല കാര്യത്തിനല്ലേ എന്ന് ഗബ്രി പറയുന്നുണ്ട്. ബാപ്പ നിന്നെയോ നീ വാപ്പയെയോ വിളിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്. ഗബ്രി ഒന്നും മിണ്ടുന്നില്ല. അതൊക്കെ പുറത്തെ കാര്യമല്ലേ, അതൊന്നും ഇവിടെ പറയാൻ പറ്റില്ല. നീ എപ്പോഴും ചിരിച്ച് ഓക്കെ ആയിരിക്കണം. ഫസ്റ്റ് വീക്കിൽ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ ആയിരിക്കണം. ഇനി 3 ദിവസം മാത്രമല്ലേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്താലും ഹൗസിലുള്ളവർക്ക് മനസ്സിലായാലും പുറത്തുള്ളവർക്ക് മനസ്സിലാവണമെന്നില്ല. അങ്ങനെ പുറത്തുള്ള പല കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് ഗബ്രി.